ഹലോ സുഖല്ലേ? വീക്കെൻഡിലെ ചടപടാന്ന് പറഞ്ഞിട്ടാകുന്നുണ്ട്. ഞാൻ റോസ്മേരി വാങ്ങിയിട്ടുണ്ടായിനി. ഇത് മണപ്പിക്കുമ്പോ എപ്പോഴും മയ്യത്ത് മണക്കലാന്ന് ആ ഒരു ചിന്ത അങ്ങ് പോകും. മയ്യത്തിന്റെ അടുക്ക പോയിട്ടാകുമ്പോ ഒരു മണം ഉണ്ടാക്കണ്ടല്ലോ, ആ ഒരു മണാന്ന് ഇത് മണപ്പിക്കുമ്പോ ഉണ്ടാക്കി. പാർക്കിലെല്ലാം പോയിട്ട് വന്നിട്ട് രാത്രിയാകുമ്പോ സാധനം വാങ്ങാൻ പോലെ നമ്മള് ഒരാഴ്ചത്തേക്കുള്ള സാധനം ബൾക്കായിട്ട് വാങ്ങലുണ്ട്. ഓഫർ കാണുമ്പോൾ വാങ്ങലാന്ന് കുറച്ചായിട്ട്. പെട്ടെന്നാണ് നമ്മളെ പർച്ചേസ് മാനേജർ മൂപ്പറാന്നിട്ട് അധികം സാധനം വാങ്ങല്. ചെറിയ പൈസക്കുള്ള സാധനം എവിടെയുണ്ട് നോക്കിട്ട് ഇന്ന് ഞാനും പോയി മൂപ്പറ കൂടെ. അങ്ങനെ സാധനം വാങ്ങിയിട്ട് നേരെ റൂമിൽ വന്ന് പിറ്റേന്ന് രാവിലെ നമ്മ അതിലെ പോയി പാർക്കിൽ നടക്കാൻ വേണ്ടിട്ട്. ഞായറാഴ്ച ആകുമ്പോ ഉറക്കെല്ലാം കുറവന്നെ. കുറെ ആൾക്കാർ ഇങ്ങനെ ഉറങ്ങുന്നവരുണ്ട്, നമുക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റില്ലടോ. പാർക്കിലെത്തിരാകുമ്പോ നമ്മളൊരു സുഹൃത്തിനെ കണ്ടിരിപ്പ. അങ്ങനെ ഓനെയും കണ്ടിട്ട് നമ്മൾ നടത്താൻ തുടങ്ങി. മോർണിംഗിൽ ഇങ്ങനെയെല്ലാം നടക്കാൻ വല്ലാത്തൊരു പാങ്ങനെ. രണ്ടാൾക്കാർ നേരത്തെ വന്നിന് അവിടെ കാണുന്നു. രാവിലെ തന്നെ കിളികളെയും ചെറിയ വെയിലെല്ലാം ആയിട്ട് നല്ലൊരു പാങ്ങനല്ലേ. രാവിലെ എണീക്കുമ്പോഴേ അതിന്റെ മജ. ആനം നോക്കിയിരിക്കുന്ന കിളികളെല്ലാം കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് 5-6 പുഷപ്പ് പിടിച്ചിട്ട് അപ്പുറം നോക്കുമ്പോ ഉണ്ട് അജ്മലും ഭയങ്കരമായ പുഷപ്പെല്ലാം എടുക്കുന്നുണ്ട്. കുറെ പൂവെല്ലാം വിരിഞ്ഞിട്ടുണ്ട്. അതിന്റെ മുകളിൽ മൊത്തം തേനീച്ച കൂടി ഇടയെങ്കിലും ഉണ്ടാവോ നോക്കിയിട്ടില്ല. തപ്പല്ലാന്ന്. കാരണം ഉണ്ടെങ്കിൽ കുറച്ച് തേനെടുത്തിട്ട് കുടിക്കാമല്ലോ. അവിടെ കാണുന്ന മരത്തിന്റെ മുകളിൽ അടയുണ്ട ചെടികളിലെല്ലാം നോക്കുന്നുണ്ട്. തേന് കൂടാറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അഥവാ കുറച്ച് എടുത്തിട്ട് കുടിക്കാമല്ലോ. അപ്പൊ അങ്ങനെ നോക്കി എടി കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ അജ്മലിന്റെ കുറച്ച് കലാപരിപാടികളും കണ്ടിട്ട് നമ്മളവിടെ നിന്ന് നേരെ റൂമിലേക്ക് വന്നിട്ട് ആ റൂമിലേക്ക് എത്തുമ്പോ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. എന്തിയെ ഉച്ചക്കേക്കില്ലേ മെസ്സിന്റെ പരിപാടിയെ. രാവിലെ തന്നെ നല്ല ചായ കുടിക്കാതെ ഇങ്ങനെ റെഡിയാലേ നല്ല ചായ ലേന്തിക്കൊണ്ടുണ്ട്. അതിന്റെ കൂടെ നല്ല നല്ല പൂ പോലത്തെ വെള്ളപ്പോലും ചുട്ടിട്ടുണ്ട്. അത് നല്ല ചൂടോടെ തിന്നുമ്പോല്ലേ അതിന്റെ ഒരു മജ. വെള്ളപ്പോലെ ചുട്ട് പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട്. അതിലൊരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഞാനും തിന്നിട്ട് അങ്ങനെ വെള്ളട്ടുകൊണ്ടുണ്ട്. അങ്ങനെ റൂമിൽ ആരെല്ലാം കിടക്കുന്നുണ്ട് നോക്കാൻ പോയി പപ്പനയുടെ മൊബൈൽ നോക്കിക്കൊണ്ടിട്ട് നോക്കട്ടെ. പഴയ ഒരു മൂവിയും കണ്ടുകൊണ്ട് നല്ല ചൂട് ചായയും വെള്ളപ്പും തിന്നുകൊണ്ട് നമ്മളവിടെ കുറച്ച് കഥകളെല്ലാം പറഞ്ഞുകൊണ്ട് ഉച്ചക്കുള്ള പരിപാടിയെല്ലാം നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. നല്ല വെജിറ്റബിൾ പരിപാടിയാണ്. അതിന്റെ കൂടെ നല്ല ചെമ്മീൻ ചമ്മന്തിയിൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ അജ്മലാന്ന് അതും ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയെല്ലാം വാട്ടിയിട്ട് അതിന്റെ കൂടെ മുളകും കരിയാമ്പലെല്ലാം വാട്ടിയിട്ട് നല്ലൊരു ചമ്മന്തിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അച്ചടി കിച്ചടി സാമ്പാർ അങ്ങനത്തെ ഒന്നും ഇല്ലാട്ടോ. ചെറിയ വറവുകളും അങ്ങനെ എല്ലാം ആയിട്ടാണ് ഇന്നത്തെ പരിപാടി. നല്ല മീൻ ഉണ്ടായിന്, അതും ഒന്ന് പൊരിച്ചിട്ട് സെറ്റാക്കിയിട്ട് വേണം എന്നെ ചോറ് വയ്ക്കാൻ വേണ്ടി. കറിയെല്ലാം നല്ല പാലിൽ സെറ്റ് ആകുന്നുണ്ട്. അപ്പൊ ഒരു സാധനം കൂടി ഉണ്ടാക്കിയാലും എന്നുള്ള പരിപാടിയാണ്. എങ്ങനെ ആവുന്ന അറിയില്ല, എന്നാലും ട്രൈ ചെയ്യും. കണ്ണൂർ കോക്ടെയിൽ എന്ന് ഭയങ്കരത്തിൽ കേട്ടിട്ടില്ലേ? ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ ആടുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് കുടിച്ചിട്ടൊന്നുമില്ല. എങ്ങനെയാണെന്നില്ല, നമുക്ക് ഉണ്ടാക്കിയിട്ട് തന്നെ കുടിച്ചു നോക്കാം. ഉണ്ടാക്കാൻ നമുക്ക് ഇതെല്ലാം സിമ്പിൾ അല്ലേ, പഠിച്ചോനറിയാം എങ്ങനെയാവുന്നു. അങ്ങനെ ഏതായാലും ഉറുമാമ്പഴെല്ലാം വാങ്ങിയിട്ടുണ്ട്. അതും വാങ്ങിയിട്ട് നേരെ വന്നിട്ട് തൊള്ളിക്കൊണ്ട് ഞാൻ ഇതിന്റെ അടുക്ക് റീല് കണ്ടിന്. കുക്കർ തുറന്നിട്ട് ആ മൊത്തം മുഖലം പൊള്ളിട്ട് ആവി കയറി പെട്ടെന്ന് തന്നെ ആ പ്രഷർ പോണെങ്കിൽ അതിന്റെ മുകളിലേക്ക് വെള്ളം കോരി ഒഴിച്ചാലും മതി ഇട്ടാ. പെട്ടെന്ന് തന്നെ തുറന്നില്ലെങ്കിൽ ഇല്ല മുഖം അങ്ങ് പോയി. ഇത് അറിയാത്തവർക്കാന്ന് ഇട്ടാ. ഞാനും ഇവിടെ വന്നിട്ട് തന്നെ ഇങ്ങനത്തെ പഠിച്ചു. ചോറും കറിയെല്ലാം റെഡി ആയതിനു ശേഷം സതീശേട്ടൻ എല്ലാവർക്കും വിളമ്പുന്നുണ്ട്. ഓരോരോ പ്ലേറ്റിൽ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വിളമ്പി വരുന്നുണ്ട്. മൂപ്പര് നല്ല മോരുകറിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുറച്ച് ചോറിലേക്ക് ഇട്ടിട്ട് ആ ചമ്മന്തിയെല്ലാം കൂട്ടി കുഴച്ചിട്ട് തിന്നുമ്പോണ്ടല്ലോ അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കാൻ വെച്ച കോക്ടെയിൽ ആക്കണം. ഇത് കഴിഞ്ഞിട്ടാക്കാന്നിന്റെ പരിപാടിയിലുണ്ടായിന്. അങ്ങനെ പാലെല്ലാം ഒഴിച്ചിട്ട് നല്ല പാല് സെറ്റ് ആക്കുന്നുണ്ട്.